ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്പം സവാളയും പച്ചമുളകും അല്ലാതെ മറ്റൊരു വെജിറ്റബിൾസും ഇതിൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒട്ടും കട്ടിയില്ലാത്ത ഒരു കപ്പ് സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഇനി ഈ കുക്കർ അടച്ചു വെച്ചിട്ട് 3 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം സ്റ്റീം പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. സ്റ്റീമൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തവണ മാത്രമേ ഇതിൽ നിന്നും പാലെടുക്കുന്നുള്ളൂ. രണ്ടാം പാലൊന്നും ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിപ്പയിലൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സ്റ്റീമൊക്കെ പോയിട്ട് പരിപ്പ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതങ്ങ് ഉടഞ്ഞു കിട്ടും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 2-3 ഏലയ്ക്ക, ഒരു 10 കുരുമുളകും ഇട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പകുതി സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവാള ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോഴേക്കും പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി കൂടിയാണ്. മല്ലിപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുത്തിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പരിപ്പായതുകൊണ്ട് തന്നെ അല്പം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്പസമയം ഇരിക്കുമ്പോഴേക്കും ഈ പരിപ്പ് വീണ്ടും കുറുകി വരും. നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മസ്റ്റായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ സ്റ്റൂവിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ നേരത്തെ തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. അവസാനമായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനേക്കാളും അല്പം കൂടി കൂടുതലുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ തയ്യാറാക്കിയ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഈ കറി കുറച്ചുകൂടി തിക്കായി വരും.
വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ സ്റ്റ്യൂ അപ്പത്തിനൊപ്പം കഴിക്കാൻ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടമാകും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.